ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രഷിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അതുപോലെ സാറ്റൻ റിബൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ച് സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അതുപോലെ 4 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതുപോലത്തെ കുറേ പീസുകൾ വേണം. അപ്പോൾ ശേഷം ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഇതുപോലത്തെ നമുക്കൊരു 25-30 പീസെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഓരോ നമ്മുടെ സൂചിയും നൂലും വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോ പെറ്റൽസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ പെറ്റൽസും ഇവിടെ ഞാൻ നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും കൂടി യോജിപ്പിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. പെറ്റൽസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്തേക്കാം കേട്ടോ, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കെട്ടിട്ടെടുക്കണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്റർ വശത്ത് പോളൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഓൾറെഡി ഒരു കമ്പി ഉള്ളത് കാരണം അത് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലവർ നമ്മുടെ ബോയിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ അടിപൊളി ഹെയർ ബോ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.